മരത്തിന്റെ വില അറിയുന്നതൊക്കെ ഈ ചൂട് സമയത്താണ് നമ്മൾ മരങ്ങളുടെ ആ വിലയും അവരുടെ ഗുണവും മൂല്യമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. മരത്തെ കുറിച്ച് നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ പ്രകൃതി നിലനിൽക്കണമെങ്കിൽ തന്നെ മരമൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മരം വെട്ടിമുറിച്ചുകൊണ്ടേ ഇരിക്കുക. കാട്ടിൽ നിന്ന് പോലും മരം വെട്ടിമുറിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ മരം നമ്മുടെ വേപ്പുമരം എന്ന് പറഞ്ഞാൽ ഏതൊരു ജൂണിൽ ഞാൻ തന്നെ നട്ടതായിരുന്നു. അത് മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ മുറിക്കാതെ പറിച്ചെടുത്തതാണ്. അതിന് നമുക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ ചൂട് താങ്ങാനേ പറ്റുന്നില്ല. എവിടെയെങ്കിലും നമുക്കൊരു ആശ്വാസത്തിന് കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു മരമുള്ളവിടെ നമ്മൾ കയറി നിൽക്കുമ്പോൾ അവിടുത്തെ കാറ്റ് വീശുമ്പോൾ അപ്പോഴാണ് മരത്തിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങളെ വീട്ടില നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു മരം മുറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഒരു മരമെങ്കിലും ഒരു തൈയെങ്കിലും നടാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വലിയൊരു ഉപകാരമായിട്ട് മാറും. അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വലിയൊരു ഉപകാരമായിട്ട് മാറും. എന്റെ അനുഭവത്തിൽ പറയാണ്. എനിക്കിനി ഇതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ നടന്ന ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ പല സമയത്തും നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഓരോ സ്ഥലത്തും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ വളർന്നു പന്തലിച്ച് തണലേകുമ്പോൾ എത്ര പക്ഷിമൃഗാദികൾക്ക് അതൊരു ഉപകാരമാണ്, മനുഷ്യർക്ക് ഒരു ഉപകാരമാണ്. നാട് എത്ര വളർന്നാലും എത്ര ഡിജിറ്റൽ യുഗം വന്നാലും മരങ്ങളൊന്നും നമ്മുടെ ഭൂമിയിലില്ലെങ്കിൽ നിലനിൽപ്പ് വളരെ പരിതാപകരമാവും. നിങ്ങൾ മരം മുറിക്കുന്നുണ്ടെങ്കിൽ 9 മരം നട്ടില്ലെങ്കിലും ഒരു മരമെങ്കിലും അതിന് പകരമായിട്ട് ശ്രമിക്കുക. എന്നായിരിക്കും.